ഇന്ന് നമ്മൾ ഇറ്റാലിയൻ സിറ്റി ടൂറാണ് നടത്തേണ്ടത്. ക്യാപിറ്റൽ സിറ്റി ടൂർ, അതായത് റോം സിറ്റി. അത് ഇതുവരെ നമ്മൾ കണ്ടില്ലല്ലോ. റോം സിറ്റി ഇതുവരെയും കണ്ടില്ല. അത് കാരണം നമ്മൾ സിറ്റി ഒന്ന് വാക്ക് ചെയ്ത് കാണാം. ഇപ്പോൾ ഇവിടെ മണി 7:30 ആയിട്ടുണ്ട്. 7:30 മണി സമയമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, സൂര്യൻ തലയ്ക്ക് മുകളിലാണ് നമ്മൾ കാണുന്നത്. സൂര്യൻ തലയ്ക്ക് മേളിലാണ്. അപ്പോൾ ഇവിടെ മഗ്രിബ് വിളിച്ചത്, മഗ്രിബല്ല, അസർ വിളിച്ചത് 5 മണിക്കാണ് കേട്ടോ. ഇനി മഗ്രിബ് വിളിക്കുക 9 മണിക്കാണ്. ഇഷ 9 കഴിഞ്ഞ് അറൗണ്ട് 10 മണിയാകുമ്പോഴത്തേക്ക് ഇഷ ആവും. രാത്രി ഇവിടെ വളരെ കുറവാണ്, പകലാണ് കൂടുതൽ. എന്തായാലും ഞാനൊന്ന് സിറ്റി ടൂർ നടത്തി നോക്കാന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ സിറ്റി ടൂറിന് പോയില്ല. കണ്ട ചർച്ചുകളിലും അവിടെയും ഇവിടെയൊക്കെയാണ് നമ്മൾ പോയത്. മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും സിറ്റിയിൽ ഒരു ടൂർ നടത്താൻ, നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് സാധനങ്ങളും വാങ്ങാം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. നോക്കിയാൽ ഒരു പ്രശ്നമില്ല, നല്ല പ്രകാശമുണ്ട്. സൂര്യൻ ഇങ്ങനെ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നടന്നങ്ങോട്ട് പോകുന്നതിനനുസരിച്ച്. ആൾക്കാരൊക്കെ ജോലി കഴിഞ്ഞ് വന്നിങ്ങനെ ബസ് കാത്ത് നിൽപ്പുണ്ട്. സിറ്റി സെന്ററാണ്. നിങ്ങൾ നോക്കി, ഒരാൾക്കാരും ഇപ്പം ഇല്ല. എല്ലാവരും പോയി കഴിഞ്ഞു. 6 മണി, മാക്സിമം 7 മണി ആയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വീടുകളിൽ എത്തിക്കഴിഞ്ഞു. ചെറിയ തണുപ്പുമുണ്ട്. അത്ര വലുതല്ല, എന്നാലും നല്ല രസമുള്ള ഒരു കാലാവസ്ഥ. ചൂട്, സൂര്യപ്രകാശവും ആ, തണുപ്പും എല്ലാം കൂടി ഒരു നല്ലൊരു ക്ലൈമറ്റ്, നല്ല മൂഡായിട്ട് ഇങ്ങനെ നടന്നു പോവാം. എന്തായാലും ഞാൻ സിറ്റിയിൽ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ട്രാവൽ ടെക്കിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ബെൽ ബട്ടണും അമർത്തുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാനൊരു കുറച്ച് ചെറിയ ഒരു പർച്ചേസിങ് നടത്താമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ലഗേജ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ലഗേജ് കൊണ്ടുവരുന്ന ഫ്ലൈറ്റിലല്ല യാത്ര പോയിട്ടുള്ളത്. ഹാൻഡ് ക്യാരി മാത്രമേ ഉള്ളൂ. അതായത് ഒരു ബാഗും ഒരു ട്രോളി ബാഗും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം അതനുസരിച്ചുള്ള ഒരു ലഗേജും വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ അരക്കുലത്ത് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അഥവാ ഹാൻഡ് ക്യാരിയറിൽ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അവർ എയർപോർട്ടിൽ സ്കാൻ ചെയ്യുമ്പോൾ ഇതെല്ലാം വലിച്ചെറിയും. അപ്പോൾ ഞങ്ങൾക്ക് ജപ്പാനിൽ പോയപ്പോൾ അങ്ങനെ കുറേ സംഭവിച്ചു. പെർഫ്യൂമും അതും ഇതും ക്രീമും എല്ലാം അവർ എടുത്തു മാറ്റി. ജപ്പാനിലല്ല, തായ്വാനിൽ പോയപ്പോൾ തായ്വാനിൽ ഇതെല്ലാം എടുത്തു കളഞ്ഞു. അത് കാരണം നമുക്ക് ഹാൻഡ് ക്യാരിയറിൽ ഒന്നും സൂക്ഷിക്കാൻ പറ്റില്ല. ലഗേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്ന് പറയുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ ലഗേജ് ഉണ്ടായിരുന്നു. ആ ലഗേജിന്റെ ഒരു മെന്റലി ആ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ സാധനങ്ങളൊക്കെ ഇല്ല ഹാൻഡ് കരിയറിൽ ഇട്ടിരുന്നു. അത് കാരണം തായ്വാനിൽ ഓർക്കാതെ നമ്മൾ സ്കാനിങ്ങിന് ഇട്ടു ബാഗ്. അവരെല്ലാം ഓപ്പൺ ചെയ്ത് സാധനങ്ങൾ എടുത്തെല്ലാം വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിന്നും സാധനങ്ങളൊന്നും വാങ്ങിച്ചാൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഒരു കുറച്ച് ചെറിയ ക്ലോത്തുകൾ, സുവിനീറൊക്കെ വാങ്ങിച്ചാൽ കൊണ്ടുപോകാം. അങ്ങനെ സുവിനീറും അങ്ങനെ പല ഷേപ്പിലുള്ളതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെടുത്തറിയും. ഇതാണ് സിറ്റി സെന്റർ കേട്ടോ. നിങ്ങൾ കണ്ടത് ആ ബിൽഡിംഗ് പോലും ഇങ്ങനെ റൗണ്ടിനാണ് കെട്ടിയിരിക്കുന്നത്. അവിടെ ഒരു നല്ല ഒന്നാം തരം ഒരു വെള്ള ചാട്ടമുണ്ട് നോക്കിയേ. നല്ലൊരു ഫൗണ്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ 4 വശത്തും കുറെ കുതിരകൾ ഇങ്ങനെ ഓടുന്നതാണ് ആ ഫൗണ്ടന്റെ ചുറ്റുപാടും ഉള്ളത് കേട്ടോ. ബിൽഡിങ്ങുകൾ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇവിടുത്തെ ബിൽഡിങ്ങുകൾ മാക്സിമം 5 നിലയാണ് കേട്ടോ. ഒരേ സിറ്റിയിൽ ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങുകളും ഒരേ ഷേപ്പിലായിരിക്കും. ഇപ്പോ 5 നില എന്ന് പറഞ്ഞാൽ അതിൽ കൂടാറില്ല. 4 നില, 5 നില, അതാണ് ഇവിടുത്തെ മാക്സിമം ഒരു ബിൽഡിങ്ങിന്റെ ഉയരം എന്ന് പറയുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഒരു മാതിരിയുള്ള ഒരു കളറും ആയിരിക്കും. അങ്ങനെ അങ്ങനെ വലിയ ഡാർക്ക് കളറുകളും അല്ല, ഒരു ലൈറ്റ് കളറുകളാണ്. ഇവിടുത്തെ ഹോട്ടലുകളിലും ഇവിടുത്തെ മെയിൻ സ്ഥാപനങ്ങളിലെല്ലാം ഇറ്റലീന്റെ കൊടിയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ കൊടിയും ഇവിടുത്തെ എല്ലായിടത്തും ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെയൊന്നും ആരും ഇല്ല. ആൾക്കാരെല്ലാം ഭയങ്കര ബിസിയാണ്. ഇങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ്. ആരും അവിടെയൊന്നും നിൽക്കുന്നില്ല. സ്ഥാപനങ്ങളൊക്കെ ഒട്ടുമിക്കതും അടഞ്ഞു തുടങ്ങി. 7 മണി ആയപ്പോൾ തന്നെ മിക്ക സ്ഥാപനങ്ങളും അവർ അടച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ഡ്യൂട്ടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും ആൾക്കാർ 10-12 മണിക്കൂറൊന്നും ഇവിടെ ഡ്യൂട്ടി എടുക്കില്ല. കറക്റ്റ് 8 മണിക്കൂർ അങ്ങനെയുള്ള ഡ്യൂട്ടിയുള്ളൂ. ഇവിടെ അവേഴ്സിനാണ് അവർക്ക് ശമ്പളം.
നോക്കിയേ, തിരക്ക് തിരക്കുണ്ടെന്നേ ഉള്ളൂ, അങ്ങനെ വലിയ തിരക്കില്ല. റോഡ് ഞാൻ പറഞ്ഞല്ലോ, റോഡൊക്കെ കൂടുതലും അവർ ഈ ഒരു ഇന്റർലോക്ക് പോലുള്ള ഒരു സാധനം കൊണ്ട് റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇന്റർലോക്ക് അല്ല, അതൊരു പ്രത്യേകതരം ഒരു സ്റ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ വേസ്റ്റേജ് ഇടാൻ എവിടെ നോക്കിയാലും വേസ്റ്റിനുള്ള സ്ഥലം ഇങ്ങനെ പീസുകൾ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തും കേട്ടോ. അതുകൊണ്ട് ആരും വേസ്റ്റ് ഒന്നും വലിച്ചു വെളിയിൽ എറിയുന്നില്ല. വളരെ ഭദ്രമായിട്ട് ഇങ്ങനെ സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെയൊക്കെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു വേസ്റ്റും ആൾക്കാർ വലിച്ച് റോഡിലും വഴിയൊക്കെ തുറന്നു പറഞ്ഞിട്ട് നോക്കി എത്രത്തോളം ക്ലീനാന്ന് നോക്കിയാൽ എല്ലായിടവും ക്ലീനാണ്, നല്ല അടിപൊളിയായിട്ട് ഇതുണ്ട്. ഞാൻ ഇവിടെ ഒരു ഷോപ്പും ഉണ്ട്, അതിങ്ങനെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം പാച്ച് അത് ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇറ്റാലിയൻ നൈഫൊക്കെ ഉണ്ട്, നല്ല നൈഫുകൾ, മൂർച്ചയുള്ള നൈഫുകളാണ്, ചെറുത് മുതൽ വലുത് വരെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വാങ്ങിച്ചാൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഞാനതൊക്കെ ജസ്റ്റ് നോക്കി വന്നു കേട്ടോ. എനിക്ക് ഒരു ബാഗ് വാങ്ങണം, അപ്പം ഞാൻ എന്തായാലും ബാഗ് നോക്കിയാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇവിടെ കൂടുതലും ഇറ്റാലിയൻ ലെതർ ബാഗ്സ് ആണ്. ലെതർ ബാഗ് കുറച്ച് ഹെവിയാണ്, അത് നമുക്ക് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ലെതർ ചീറ്റാണ്. ഇവിടെ ഒരു ബുക്ക് ഷോപ്പാണ്, നല്ലൊരു ഹെവി ബുക്ക് ഷോപ്പ്. എനിക്ക് തോന്നുന്നു ബുക്ക് ഷോപ്പിനകത്ത് മാത്രം മദ്യമല്ല, വേറെ എവിടെ നോക്കിയാലും മദ്യം. ഇറ്റലിക്കാർക്ക് മദ്യം ഒഴിച്ചുള്ള ഒരു പരിപാടിയില്ല. അവർക്ക് മദ്യം ഉണ്ടെങ്കിലേ അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, ഇതൊരു ബേക്കറിയാണ്, പക്ഷെ ഇവിടെ നിറച്ച് മദ്യമുണ്ട്. ബിൽഡിങ്ങുകളുടെയൊക്കെ ഈ സിറ്റ് ഔട്ടും പുറത്തുള്ള ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ടൈലൊക്കെ ഇട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് റോഡിൽ ജനങ്ങൾ ആവശ്യം പോലെ ഇങ്ങോട്ട് നടന്നു വരാണ്. ഈ ബസ് സ്റ്റേഷന്റെ അടുത്തേക്ക് ആൾക്കാർ നടന്നു വരാണ്. ആൾക്കാർക്ക് പോകാനുള്ള കണക്കാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മെട്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബസ് സ്റ്റേഷന്റെ അടുത്ത് നിന്നാണ്, ടെർമിനി. ഇതൊരു ഹോട്ടലാണ്. ഇവിടെയും നമ്മുടെ ഇറ്റാലിയൻ പതാകയും യൂറോപ്യൻ യൂണിയന്റെ പതാകയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലെതർ ഷോപ്പ് കാണുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു ബാഗ് കിട്ടുമെന്നുണ്ട്. എനിക്ക് ലെതർ ബാഗ് വേണ്ട, ഞാൻ എന്തായാലും അകത്തേക്ക് കയറി ചോദിക്കാം. ഇതും ബംഗ്ലാദേശ് പൗരൻ നടത്തുന്ന ബാഗ് ഷോപ്പാണ് കേട്ടോ. ഒക്കെ ലെതർ ബാഗ്സേ ഉള്ളൂ, കണ്ടില്ലേ, ഇരിക്കുന്ന മൊത്തം ലെതർ ബാഗാണ്. അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. ഒരു 100-150 യൂറോയ്ക്കൊക്കെ ഉള്ള ബാഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലും ആ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും, 8,000-10,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും നല്ല ഒറിജിനൽ ലെതറിന് വേണ്ടിയിട്ട്. ഇവര് ഇറ്റാലിയൻ ഒറിജിനൽ ലെതർ എന്നാണ് പറയുന്നത്. എത്രത്തോളം അത് ഒറിജിനൽ ആണെന്ന് നമുക്കറിയില്ല. ഇവിടെയും ആവശ്യം പോലെ ചൈനീസ് സാധനങ്ങളുണ്ട്. ചൈനയുടെ ആവശ്യം പോലെ സാധനങ്ങൾ ഇവിടെയും അവൈലബിൾ ആണ്. ഇവിടെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും സ്റ്റാച്യുവും അതിൽ കൂടി ഇങ്ങനെ ആ, വെള്ളച്ചാട്ടവും അതുമൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകതകൾ. കുറച്ച് ഒരു ചെറിയ ബ്ലോക്ക് ഇവിടെ കാണുന്നുണ്ട്, അങ്ങനെ അത്ര വലിയ ബ്ലോക്ക് ഒന്നുമില്ല. ഞാൻ സിറ്റി സെന്ററിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അധികം ഷോപ്പുകളൊക്കെ ഉണ്ടാവും, ഭയങ്കരമായിട്ട് നമുക്ക് വല്ലതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്തില്ലെങ്കിലും കാണാൻ പറ്റും, നിങ്ങളെയും കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ സിറ്റി സെന്ററിലേക്ക് ഇറങ്ങി. ഇവിടെ ഒന്നും ഒന്നും കാണുന്നില്ല, ഇവിടെ എല്ലാം അടച്ചു പൂട്ടി കഴിഞ്ഞു. 7 മണിക്ക് സകലതും ക്ലോസ് ആയി കേട്ടോ. ഞാൻ മറ്റുള്ള ടൂർ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഈവനിങ്ങിൽ സിറ്റിയിലേക്ക് കറങ്ങാൻ ഇറങ്ങിയത്. പക്ഷെ ഈവനിങ്ങിൽ സിറ്റിയിൽ ഒന്നും കാണുന്നില്ല. ആ ടൂർ ഡെസ്റ്റിനേഷനിൽ ഞാൻ പോയപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത്രയും തിരക്ക് എൻ്റെ സിറ്റിയിലേക്ക് ഉണ്ടായിരുന്നു. ഞാൻ പോയ ടൂർ കമ്പനിയുടെ ബസ്സാണ് ഈ പോകുന്നത് കേട്ടോ. അതേ ടൂർ കമ്പനിയുടെ ബസ്. അതിലൊക്കെ ആള് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ആളുകളൊന്നും ഇല്ല. ഇവിടെയൊക്കെ ക്ലോത്ത് ഷോപ്പാണ്, പക്ഷെ ഇതൊക്കെ വലിയ എക്സ്പെൻസീവ് ഷോപ്പുകളാണ്. ഷോപ്പിന്റെ സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതൊരു ലേഡീസ് ഷോപ്പാണ്. ഇനിയൊരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനുള്ളത് നോക്കിയാൽ ഈ ഷോപ്പിന്റെ ഇടയിൽ തന്നെ ചെറിയൊരു ഷോപ്പായിട്ട് നോക്കിയാൽ BMW മിനിയുടെ ഒക്കെ ഷോറൂമാണ്. അത് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള നാടുകളിലേക്കോ ഈ കാർ ഷോറൂമുകളൊക്കെ ഒരു പ്രത്യേക ഏരിയയിലായിരിക്കും. പ്രത്യേക ഏരിയയിലാണ് കാർ ഷോറൂമുകൾ, അതും ഭയങ്കര വലിപ്പമുള്ള കാർ ഷോറൂമുകളായിരിക്കും. കാർ ഷോറൂമും അതുപോലെ അതിനോടനുസരിച്ച് വർക്ക്ഷോപ്പും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ.
ഇവിടെ ഒരു രണ്ട് വാഹനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു കാറുണ്ട്, ഒരു ടൂ വീലറും ഉണ്ട്. മിനിക്കും അതുപോലെ തന്നെ രണ്ട് കാറ്, കുറച്ച് മിനിയുടെ കുറെ ഡ്രസ്സുകൾ, അതായത് ലെതർ കോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചപ്പ് ചവറുകളൊക്കെ ഉണ്ട്. ഇനി ഇവിടുത്തെ ഒരു രസം എന്ന് പറയുന്നത്, നിങ്ങൾ കാണാനുള്ളത് ഇവിടെ ഈ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന തണൽ മരങ്ങൾ എല്ലാം ഓറഞ്ച് മരങ്ങളാണ് കേട്ടോ. ഈ നിൽക്കുന്ന എല്ലാം ഓറഞ്ച് മരങ്ങളാണ്. ഞാൻ അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് നടക്കാൻ കാരണം. ഞാൻ ബസ്സിലിരുന്ന് വന്നപ്പോഴത്തേക്കും ഈ ഓറഞ്ച് ട്രീസ് ഇങ്ങനെ കണ്ടു. ഇത് എന്താണെന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. നോക്കിയേ, റോഡ് സൈഡിൽ സ്ട്രീറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഓറഞ്ച് മരങ്ങളാണ്. ആവശ്യം പോലെ ഓറഞ്ച് അതിനകത്ത് നിൽപ്പുണ്ട്. താഴത്ത് വീണ് കിടക്കുന്നുണ്ട്, ആരും കഴിക്കുന്നുമില്ല. നോക്കിയേ, ഇവിടെയൊക്കെ ഓറഞ്ച് മരങ്ങളുണ്ട്. എന്തായാലും ഞാനും ഒരു ഓറഞ്ച് എടുത്തു താഴേന്ന്. നമുക്കൊന്ന് പൊളിച്ച് കഴിച്ചു നോക്കി അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഇറ്റാലിയൻ ഓറഞ്ച് ഈ സ്ട്രീറ്റിൽ കാണുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോന്ന്. പക്ഷെ ആവശ്യം പോലെ ഓറഞ്ച് ട്രീസ് ഉണ്ട് കേട്ടോ, രണ്ട് സൈഡിലും ഓറഞ്ച് ട്രീസ്. ഇവിടെയൊന്നും ഒരു മനുഷ്യനെ കാണുന്നില്ല, ഒരു മെയിൻ സ്ട്രീറ്റ് ആണ്. ആൾക്കാരെ കാണുന്നേയില്ല. ആളുകൾ ഇങ്ങനെ ഒന്ന് രണ്ട് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. പക്ഷെ നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ എന്തൊരു തിരക്കായിരുന്നു, എന്തൊരു തിരക്കായിരുന്നു. ആ ഒരു തിരക്കിന്റെ ഒരു പെർസെന്റ് പോലും ഇവിടെ കാണുന്നില്ല. ഒക്കെ ഇവിടെ എന്തായാലും ഇത്രയും ഓറഞ്ച് ഇങ്ങനെ കിടക്കല്ലേ, ഞാനും അത് കാരണം ഒരു ഓറഞ്ച് എടുത്തു കേട്ടോ. ഓരോ ഓറഞ്ച് ഇവിടെ നിന്ന് എടുത്തു. പക്ഷേ സ്ട്രീറ്റിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കാരണമാണ് ഞാൻ ഓറഞ്ച് എടുക്കാൻ കാരണം. ഓറഞ്ചിന് ഞാൻ എടുത്ത ഓറഞ്ച് എന്തായാലും അതിന് വേറെ കേടൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ഓറഞ്ച് ഒന്നും എടുത്ത് എന്തായാലും അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം, എന്താണെന്ന് അറിയണമല്ലോ. ഇവിടെ കിടക്കുന്ന ഓറഞ്ച് ആരും എടുക്കാത്തതിന്റെ ഉദ്ദേശമാണെന്ന് എന്താണെന്ന് അറിയാം. നോക്കിയില്ലേ, നല്ല ആ, വൃത്തിയുള്ള ഓറഞ്ചാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന്റെ ഇല ഇങ്ങനെ വാടിയിട്ടുണ്ട്, അതായത് മരം മുറിച്ചത് കൊണ്ടാണ് ആ ഓറഞ്ച് ഇങ്ങനെ വീഴാൻ കാര്യം കേട്ടോ. ഇവിടെയൊക്കെ ഓറഞ്ച് കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് ആരും എടുക്കുന്നില്ല, ഇവിടെ എല്ലാം ഇങ്ങനെ ആവശ്യം പോലെ ഓറഞ്ച്. നമ്മുടെ നാട്ടിലെ ഓറഞ്ചിന്റെ വില വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഓറഞ്ച് ആർക്കും വേണ്ട. പക്ഷെ ഇവിടെ ഓറഞ്ചിന് വില കുറവുമില്ല. ഒരു കിലോ ഓറഞ്ച് 5 യൂറോ ഒക്കെ ഉണ്ട് കേട്ടോ. അത് എത്രത്തോളം ക്വാളിറ്റി നല്ലതാണെന്ന് അറിയില്ല, പക്ഷെ അത് കഴിക്കാൻ കൊള്ളാവുന്നതായിരിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ടേസ്റ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ആരും എടുക്കാത്തത്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം, അപ്പോഴേ അറിയാലോ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന്. ഇതിന്റെ ടേസ്റ്റ് കുറവാണ്ടാണ് ആൾക്കാർ എടുക്കുന്നത്. ഞാൻ എന്തായാലും എടുത്തു, അതിന് ഓറഞ്ച് പൊളിച്ചു. അത് പക്ഷേ എത്രത്തോളം യെല്ലോ കളർ അല്ല കേട്ടോ, കുറച്ച് വൈറ്റ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അതിന് ഒരു ടേസ്റ്റ് കുറവുണ്ടാവുന്നത്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. കഴിക്കാൻ പറയാം. അമ്മോ, കഴിച്ചു കേട്ടാ. ഒടുക്കത്തെ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പുളി. ഒരു രക്ഷയില്ല ചങ്ങാതിമാരെ. അയ്യോ, ഒരു രക്ഷയില്ല. ഇതുകൊണ്ട് തന്നെ ആരും എടുക്കാത്തതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അയ്യോ, എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് സ്റ്റേ ട്യൂൺ. ബൈ, ടേക്ക് കെയർ.